ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് കണ്ണൂർക്കാരുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം ഉണ്ട്, അത് കാണിച്ചു തരാനാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളെ ഫാമിലിയിൽ ആദ്യമായിട്ട് വരുന്ന മെമ്പേഴ്സ് ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ. അപ്പോൾ നമ്മളൊരു കോഴിയാണ് എടുത്തത് ഇതിന്. അപ്പോൾ ആ കോഴി നമ്മൾ ബിരിയാണി പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അതിൽ നമ്മൾ ഉപ്പും മഞ്ഞളും ഒക്കെ പെരക്കിയിട്ട് നമ്മൾ രാത്രി തന്നെ കഴുകി വെച്ച് ഉപ്പും മഞ്ഞളും പെരക്കിയിട്ടാണ് വെച്ചത്. അപ്പോൾ നെയ്ച്ചോറിൻ്റെ അരി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അതിപ്പോൾ നമ്മൾ 1 കിലോ രാത്രിയേക്കും കൂടി ആകുമ്പോൾ 1 കിലോയിലാണ് എടുക്കൽ. നമ്മൾ ഈ പാത്രത്തിൽ അളക്കൽ. ഈ പാത്രത്തിൽ നിറയെ അരി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 1.5 പാത്രം വെള്ളം എടുക്കും നമ്മൾ. ഇപ്പോൾ 1 കപ്പാണ് നമ്മൾ അരി എടുത്തിട്ട് 1.5 കപ്പ് വെള്ളം എടുക്കും. അങ്ങനെയാണ് നമ്മൾ അളക്കൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പാത്രത്തിലാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയല്ല, അതിനെക്കാട്ടി ഒരു പകുതി, 1 കപ്പാണെങ്കിൽ 1.5 കപ്പ് എന്നുള്ള ഇതിലെടുക്കുക. എന്നിട്ട് ആ നെയ്ച്ചോറ് അതിൻ്റെ അരി കഴുകി വെള്ളം വാർത്തു. വെള്ളം വാർക്കൊന്നും വേണ്ട, കഴുകിയിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് അതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ പകുതി മുറിച്ചിട്ട് പിഴിഞ്ഞിട്ട് ഇതിനകത്ത് ഇടുക. പിന്നെ നമ്മൾ ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ ഇതിനകത്ത് ഇടുക കേട്ടോ. ഗ്രാമ്പു ഒരു 5-6 ഗ്രാമ്പു ഇടുക. ഒരു 3-4 ഏലക്ക കുത്തി പൊട്ടിച്ചിട്ട് അതും കൂടി നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉപ്പ് എങ്ങനെയാണ് നോക്കുകയെന്ന് വെച്ചാൽ, നമ്മളിപ്പം സാധാരണ ഉപ്പിട്ടിട്ട് വെള്ളം കുടിക്കൂല, ആ വെള്ളത്തിൽ നമ്മൾ എത്ര ഉപ്പിടുക ആ കണക്കിലാണ് നമ്മളിപ്പോൾ അരിയെല്ലാം വെക്കുന്നതാണെങ്കിൽ നെയ്ച്ചോറെല്ലാം വെക്കുന്നതാണെങ്കിൽ ആ കണക്കിലാണ് ഉപ്പിടുന്നത്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് പട്ടയും കൂടി ഇടുന്നുണ്ട്, കറുവപ്പട്ടയും ഒരു 3-4 പീസ് കറുവപ്പട്ടയും ഇടുന്നുണ്ട്, കാണുന്നില്ലേ. പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂണ് പശു നെയ്യും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നെയ്ച്ചോറിന് ഓരോ സ്ഥലത്തുള്ള ഒരുപാട് നെയ്യ് അങ്ങ് ഒഴുകി മറിയുന്നവരിടും, പക്ഷെ നമ്മളൊന്നും അത്രപ്പാട് നെയ്യൊന്നും ഇടാറില്ല. നെയ്ച്ചോറ് എന്ന പേരെങ്കിലും നമുക്കധികം നെയ്യ് ഉപയോഗിക്കുന്ന അത്ര ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂണാണ് ഇടാറ്. നിങ്ങൾ എത്രയാണെന്നനുസരിച്ചിട്ട് ഇടാം. പക്ഷേ എങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് ഇഷ്ടമാണെന്ന് തോന്നിയത്. എന്നിട്ട് ഇത് 1 വിസിലടിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഒറ്റ വിസിലടിക്കണ്ടോ, അധികം അടിക്കണ്ട. അപ്പോൾ ഇനി ചിക്കനിൽ മഞ്ഞളും മുളകും ഉപ്പും പെരക്കിയിട്ട് വെക്കുക. കുറച്ച് തൈരും കൂടെ പെരക്കി കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് ജ്യൂസി ആയിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഉള്ളിയാണ് വേണ്ടത്. 4.5 ഉള്ളി എടുക്കണം. ഞാനിപ്പോൾ 3.5 കാണിച്ചിട്ടുള്ളൂ. പിന്നെ തക്കാളി ഒരു 5-6 ഞാൻ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒന്നധികമാണ്, ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഞാനൊരു 6 തക്കാളി എടുത്തിട്ടുള്ളൂ. പിന്നെ വെളുത്തുള്ളി ഒരു 2 വെളുത്തുള്ളി മുഴുവനായിട്ടും വേണം കേട്ടോ. അപ്പം അപ്പോഴേക്കും നമ്മൾ കുക്കറിൽ വെച്ച നെയ്ച്ചോറ് റെഡിയായിരിക്കുന്നു. അപ്പോൾ ഒന്നടിച്ചപാട് ഇതുപോലെ ഗ്യാസ് കളഞ്ഞിട്ട് തുറക്കണം കേട്ടോ. ഗ്യാസ് കളയാണ്ട് തുറക്കരുത്. ഗ്യാസ് നല്ലോണം ഇങ്ങനെ കളഞ്ഞിട്ട് തുറന്നിട്ട് ഒരു വലിയ പാത്രത്തിൽ മാറ്റി വെച്ചാൽ അത്രയും നല്ലത് കേട്ടോ. നമ്മളങ്ങനെ ചെയ്യാറ്. പിന്നെ നമുക്കിനി ഉള്ളിയൊക്കെ വാട്ടിയെടുക്കണം. അതിന് നമ്മൾക്ക് ഒരു പാത്രം വെച്ചു. നമ്മൾ ഇപ്പോൾ അടുപ്പത്താണ് ഉള്ളിയെല്ലാം വാട്ടാൻ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഉരുളി വെച്ചു. അതിൻ്റെ അകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്തേക്ക് എന്തൊക്കെ ഇടണം, ഉള്ളി വാട്ടുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ഐറ്റംസ് ഇടുന്നുണ്ട്, കുറച്ച് സ്പൈസസ് ഇടുന്നുണ്ട്. അതായത് പട്ട, ഗ്രാമ്പു, ഏലക്ക, അങ്ങനെയൊക്കെ സാധനങ്ങൾ നമ്മൾ പൊതുവേ ഇടാറുണ്ട്. അപ്പോൾ ഒരു വേറെ തന്നെ ടേസ്റ്റാണ് കേട്ടോ. കണ്ടോ, ഒരു 3-4 പീസ് പട്ടയും ഒരു 3-4-5 ഏലക്കയും ഒരു 8-9 ഗ്രാമ്പുവും കൂടെ നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ പട്ടേന് ഇലയില്ലേ അതും കൂടെ ഇടാറുണ്ട്. പിന്നെ കുറച്ച് പെരുംജീരകവും കൂടെ നമ്മൾ ഉള്ളി വാട്ടുന്നതിന് മുന്നേ ഇതിൻ്റെ അകത്ത് ഇടും. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ചെറുങ്ങനെ ഒന്ന് വാടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അധികം കറക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞപാട് നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി അതിൻ്റെ അകത്തേക്ക് ഇടുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ സ്പൈസസ് ആദ്യം ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് ഉള്ളി വാട്ടിക്കഴിഞ്ഞാൽ ബിരിയാണിക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് ഇതെല്ലടിക്കൊന്ന് മിക്സ് ആകുന്നവരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പ് നമ്മൾ ഉള്ളി വേഗം വാടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിടില്ലേ, അങ്ങനെ ഉപ്പിട്ടതിന് ശേഷം ഒന്നും കൂടി ഇളക്കിയിട്ട് അടച്ചു വെക്കുക. നമ്മളിപ്പോൾ കല്ലുപ്പായിട്ടിന് പൊടി ഉപ്പ് ഇടാം കേട്ടോ, ഏത് വേണ്ടിക്കിലും ഇടാം, അത് നിങ്ങളുടെ സൗകര്യത്തിന്. അപ്പോൾ ഇട്ടിട്ട് ഒന്ന് നമ്മളിത് അടച്ച് വെക്കണം. ഉള്ളി ഒന്ന് വാടി കിട്ടണം. പിന്നെ നമ്മൾ ഉള്ളി വാടിയൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കണം. അതിൻ്റെ ഉള്ളി അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തോണ്ട് നിന്നാൽ അടിക്ക് പിടിക്കില്ല.
അപ്പോൾ അതിന് ശേഷം നമ്മൾ ഉള്ളി വാടിയതിന് ശേഷം ഒന്ന് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടും. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വരണ്ട് കിട്ടണം, എന്നാലേ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇട്ടാൽ ഒരു ശരിയാവും. അപ്പം നമുക്ക് അടുത്ത ഇതിൽ വേണ്ട സാധനങ്ങൾ നമുക്ക് തയ്യാറാക്കാം. ഇഞ്ചിയും പച്ചമുളകും വേണം. അപ്പം ഇഞ്ചി ഒന്ന് തൊലി കളഞ്ഞ് പച്ചമുളകൊക്കെ ഒന്ന് മുറിച്ചിടണം. അപ്പം കുറച്ച് മല്ലിച്ചപ്പും വേണം. അപ്പം ഞാനിതാ വെളുത്തുള്ളിയൊക്കെ തോല് കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഞാൻ ആ ഗ്യാപ്പിൽ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഗസ്റ്റും കൂടി ഉണ്ടെന്ന് പറഞ്ഞ്, അപ്പം നമ്മൾ കുറച്ച് അരിയും കൂടെ ആദ്യം നെയ്ച്ചോറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ തട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി അടുത്തത് ഇഞ്ചിയും പച്ചമുളകും ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട്, അതായത് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇഞ്ചിയും പച്ചമുളകും മാത്രമേ നമ്മളിട്ട് അരക്കുന്നുള്ളൂ. അത് അരഞ്ഞതിന് ശേഷം മാത്രമേ വെളുത്തുള്ളി ഇട്ട് അരക്കാവൂ. അല്ലെങ്കിൽ പിന്നെ വെളുത്തുള്ളീൻ്റെ ഒരുപാട് വെളുത്തുള്ളി അരഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൊയ മാറ്റം വരും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഉള്ളി നന്നായിട്ട് കണ്ടോ, നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് നമ്മൾ ഒന്ന് അതിൻ്റെ അകത്തേക്ക് ഇടും. ഇപ്പോൾ എത്ര സ്പൂണായിട്ട് 2-3 സ്പൂൺ ഇട്ട് നമ്മൾ ആ അരച്ചത് മൊത്തം ഇടണം കേട്ടോ. ആ അരച്ചത് മൊത്തം ഞാനിട്ടു. അപ്പോൾ അതും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ അടിക്ക് പിടിച്ചുകൊണ്ട് നിൽക്കും. കാരണം എന്ന് വെച്ചാൽ ഉള്ളീൻ്റെ പോലെയല്ല, ഇഞ്ചിൻ്റെ ഇത് വരുമ്പോൾ അടിക്ക് പിടിക്കാനും വേഗം അടിക്ക് പിടിക്കും. അപ്പോൾ ഇപ്പോഴൊക്കെ ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ, പറയാൻ മറന്നുപോയി. നിങ്ങൾ സ്റ്റൗവിൽ ആക്കുന്നുണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ച് വെക്കണം. ഉള്ളി വഴറ്റാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. പിന്നെ നമ്മളതൊന്ന് വഴണ്ടി കഴിഞ്ഞാൽ നമ്മൾ അടുത്തിടേണ്ടത് തക്കാളി ഇടുക. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് അതും ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചിക്കൻ, നമ്മളിപ്പോൾ മഞ്ഞൾ മുളക് ഉപ്പൊക്കെ പെരക്കി വെച്ച ചിക്കൻ അതിൻ്റെ അകത്ത് ഇടുക, ഒന്ന് ഇളക്കി വെക്കുക. ആ മസാലകളൊന്ന് അതിൻ്റെ അകത്ത് മിക്സ് ആകുന്ന രീതിയിൽ ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഒന്ന് ചിക്കൻ വേകാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കണം. അപ്പോൾ ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ മസാല എത്തുന്ന രീതിയിൽ ഒന്ന് നല്ല ചിക്കനും മസാലയും കൂടി മിക്സ് ആകുന്ന രീതിയിൽ ഒന്ന് ഇളക്കി ഇങ്ങനെ അമർത്തി ഒന്ന് വെച്ചിട്ട് മൂടി അടച്ച് വെക്കുക. എന്നിട്ട് അതിന് ശേഷം ചിക്കൻ ഒന്ന് വേകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിതൊന്ന് ചിക്കൻ ഏകദേശം ആയിക്കഴിഞ്ഞാൽ നമ്മൾ അമ്മേൻ്റെ ചിക്കൻ മസാല വിത്ത് ഗരം മസാലേൻ്റെ, നിങ്ങൾക്ക് ഗരം മസാലയും ഇടും, അതിൻ്റെ കൂടെ ചിക്കൻ മസാലയും ഇടും. അമ്മ ഇപ്പോൾ 2 സ്പൂണ് ചിക്കൻ മസാല ഇട്ടത്, പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടി. അതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ആക്കുന്നതാണ് കേട്ടോ. ചിക്കൻ മസാലയും കുരുമുളക് പൊടിയൊക്കെ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കുന്നതാണ്, പാക്കറ്റ് മേടിക്കുന്നതല്ല. അപ്പോൾ അതൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പച്ച മണം മാറുന്നവരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്യണം, ഒന്ന് വേവണം. അതായത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ കണ്ടോ ആയിക്കഴിഞ്ഞ്. അപ്പം നമ്മളിനി ഇതിൻ്റെ അകത്തേക്ക് ലാസ്റ്റ് നമ്മൾ മല്ലിയില കണ്ടിട്ട് ആ മല്ലിയില നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നു, അത് നമ്മൾ ഈ ചിക്കൻ്റെ അകത്ത് മല്ലിയിലയും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ അടുപ്പത്ത് നിന്ന് ഈച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മല്ലിയില ഇട്ടുന്നത്. അടുപ്പത്ത് ഫ്ലെയിമിൽ വെക്കുമ്പോൾ അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ച അപ്പാടാണ് നമ്മൾ മല്ലിയില ഇടുന്നത്. ഇനി നമ്മളിത് കണ്ണൂർക്കാര തലശ്ശേരി ബിരിയാണീൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് വെച്ചാൽ ഇതുപോലെ ദം ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഏറ്റവും താഴെ നമ്മൾ ഇടുന്നത് നെയ്ച്ചോറാണ് ഇടുന്നത്. അപ്പോൾ നെയ്ച്ചോറ് ഇങ്ങനെ താഴെ ഒരു ലെയറാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്തേക്ക് പിന്നെ ഇടുന്നത് ചിക്കനാണ്. അപ്പോൾ നമ്മൾ ആ നെയ്ച്ചോറ് കട്ട ചെയ്തൊക്കെ ഉണ്ടെങ്കിലെല്ലാം ഉടച്ചിട്ട് വേണം നമ്മളിടാൻ. കുറച്ച് കട്ടിയിൽ തന്നെ ഇടുന്നുണ്ട്, അതായത് നല്ല ലെയറായിട്ടല്ല, കുറച്ച് കട്ടിയിലിടുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കനും മസാലയും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, ഇതുപോലെ ചിക്കനും മസാലയൊക്കെ ഇതുപോലെ വെക്കുക. അപ്പോൾ അവിടെ ആകുന്ന രീതിയിൽ കുറച്ച് ചിക്കനും ഉണ്ടാക്കി എല്ലാ മസാലയും ഇടരുതേ, നമുക്ക് 2-3 ലെയർ ആക്കേണ്ടതാണ്. അപ്പോൾ ഈ ചിക്കനും ഇതൊക്കെ നല്ലതായിട്ട് കുറച്ചായിട്ട് ഇങ്ങനെ വെക്കുക.
അപ്പോൾ ആ ചിക്കൻ്റെ അതിനകത്ത് നമ്മൾ കുറച്ചും കൂടെ മല്ലിയില ഇടുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ചിക്കൻ മസാലയും കൂടെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ അടുത്ത ലെയർ നെയ്ച്ചോറ് ഇട്ട് കൊടുക്കുമെന്ന്. അപ്പോൾ ആ നെയ്ച്ചോറും കൂടി ഇട്ട് കൊടുത്താൽ ആദ്യം നമുക്ക് അതിൻ്റെ മുകളിൽ ചിക്കൻ ഇടണം. അപ്പോൾ നമ്മൾ അടുത്ത ലെയർ ചിക്കനും കൂടി ഇടുവാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ നെയ്ച്ചോറും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പണി കഴിഞ്ഞു. അപ്പോൾ ഈ ഓരോരൊക്കെ ചിക്കൻ ഇടുമ്പോഴും നമ്മൾ മല്ലിയിലയും ഇടണം, ചിക്കൻ മസാല ഒന്ന് അതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ മസാല ഒരുപാടൊന്നും വേണം, ചെറുങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. അല്ലെങ്കിൽ ഗരം മസാല ആയാലും ഈ സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഫൈനൽ ലെയർ ഇതുപോലെ അതിൻ്റെ അകത്ത് നെയ്ച്ചോറ് ഇട്ടു. അപ്പോൾ ഫൈനൽ ലെയറിലും നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് ഇടുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ അപ്പോൾ നമുക്കതിന് ദമ്മ് വെക്കണം. അപ്പോൾ തീ വെക്കരുത്, നമ്മൾ കുറച്ച് കനലായി കഴിഞ്ഞാൽ കനൽ കുറച്ച് എടുത്തിട്ട് ഈ മൂടീൻ്റെ മുകളിൽ ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ചകരിയും കൂടെ വെക്കുക. അപ്പോൾ അതിനടിയിൽ തീ ഉണ്ടെങ്കിൽ അത് വലിച്ച് കളഞ്ഞിട്ട് ജസ്റ്റ് കനൽ മാത്രമേ വെക്കാവൂ. അപ്പോൾ ഇതിലൊരു 10 മിനിറ്റ് ആവണം. ഇത്രയേ ഉള്ളൂ നമ്മളെ ബിരിയാണീൻ്റെ പ്രോസസ്സ്. വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിനെല്ലാം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ തലശ്ശേരി ദം ബിരിയാണിക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റാണെന്ന്. അപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം കേട്ടോ. നമ്മളെ ബിരിയാണി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, സീ യു ആൻഡ് ടേക്ക് കെയർ.